നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ രസകരമായ ഒരു ആശയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഈ സംയുക്തോറ? ഒരു ആത്മീയ ബന്ധത്തിൽ രണ്ട് പങ്കാളികൾക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരുമിച്ച ഊർജ്ജത്തെക്കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെയൊക്കെ പങ്കാളിത്തത്തെക്കുറിച്ച് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഒരു ബന്ധമെന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത ബാറ്ററികൾ പോലെ വെവ്വേറെ നിൽക്കുന്ന ഒന്നാണോ? അതോ പരസ്പരം കണക്ട് ചെയ്ത ഒരൊറ്റ ഇലക്ട്രിക് സർക്യൂട്ട് പോലെയാണോ? ഈയൊരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോ നമ്മുടെ പ്രധാന ആശയം ഇതാണ്: ഒരു ദാമ്പത്യമെന്നത് രണ്ട് വ്യത്യസ്ത ഊർജ്ജ സ്രോതസ്സുകളല്ല, മറിച്ച് പരസ്പരം ബന്ധിപ്പിച്ച ഒരൊറ്റ സർക്യൂട്ടാണ്. ഇതാണ് സംയുക്ത ഊർജ്ജത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈയൊരു ബന്ധത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പങ്കാളികൾ ഒരാൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അല്ലെങ്കിൽ അവരൊന്ന് തളർന്നാൽ ആ വീടിന്റെ മൊത്തത്തിലുള്ളൊരു എനർജി, ആ ഒരു വോൾട്ടേജ് തനിയെ കുറയുന്നത് കാണാം. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ? ശരി, അപ്പോൾ ഈ സർക്യൂട്ട് ഒന്നിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അവിടെയാണ് 10 ഇരട്ടി ശക്തിയുടെ സൂത്രം വരുന്നത്. നിങ്ങളുടെ ആ ഒരുമിപ്പിച്ച ശക്തി എങ്ങനെ 10 മടങ്ങ് വർദ്ധിപ്പിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെയാണ് ശരിക്കും കൗതുകകരമായ ഒരു കാര്യം വരുന്നത്. ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി രണ്ടാത്മാക്കൾ ഒന്നിക്കുമ്പോൾ അവരുടെ ശക്തി വർദ്ധിക്കും. അത് 2 or 3 ഇരട്ടിയൊന്നല്ല, 10 ഇരട്ടിയാണ് വർദ്ധിക്കുന്നത്. ഇത് വെറുതെ പറയുന്നൊരു കണക്കല്ല. ഇതിന്റെ പിന്നിൽ ഗുരുദേവന്റെ ഒരു തത്വമുണ്ട്. അദ്ദേഹം പറയുന്നു, എപ്പോഴാണോ രണ്ട് പ്രാണനുകൾ ഒരൊറ്റ ഉദ്ദേശ്യത്തിനായി ഒന്നിക്കുന്നത്, അവരുടെ സംയുക്ത ശക്തി 10 മടങ്ങ് വർദ്ധിക്കുന്നു. സത്യത്തിൽ ഇതാണ് സൂത്രം 01209 കാതലെന്ന് പറയുന്നത്. അപ്പോൾ ഈ 10 ഇരട്ടി ശക്തി എന്ന് നമ്മൾ പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ എന്താണുണ്ടാക്കുന്നത്? അതാണ് സംയുക്ത ആഭാമണ്ഡൽ, അതായത് സംയുക്ത പ്രഭാവലയം. രണ്ട് പങ്കാളികൾ ഒരുമിച്ച് അവരുടെ വീടിന് ചുറ്റും ഒരു സംരക്ഷണ കവചം പോലെ തീർക്കുന്ന അതിശക്തമായ ഒരു ഊർജ്ജ വലയമാണിത്. ശരി, ഈ സംരക്ഷണ വലയം എന്നൊക്കെ കേൾക്കാൻ കൊള്ളാം. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക? നമ്മുടെ ആ ഒരു ഓറ, ആ പ്രഭാവലയം എങ്ങനെ സജീവമാക്കാം? കാരണം ഇത് വെറും ഒരു സങ്കല്പമല്ല, നമുക്ക് ബോധപൂർവം തന്നെ നിർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇതിനുള്ള വഴികൾ വളരെ ലളിതമാണ്, പക്ഷേ അത്ര തന്നെ ശക്തവുമാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളിൽ നിന്ന് വേറിട്ട ഒരാളായി കാണാതിരിക്കുക. നമ്മൾ ഒന്നാണ് എന്ന ബോധ്യം. രണ്ടാമത്, പരസ്പരം ആഴത്തിൽ ബഹുമാനിക്കുക. പിന്നെ മൂന്നാമതായി, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയുമോ? നിങ്ങളുടെ ആ ഒരുമിപ്പിച്ച ഓറയുണ്ടല്ലോ, അത് അത്രയധികം ശക്തമാകും. പിന്നെ പുറത്തുനിന്ന് വരുന്ന ഒരു നെഗറ്റീവ് എനർജിക്കും അതിനെ ഭേദിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാൻ കഴിയില്ല. അപ്പോൾ നമ്മളീ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് നിർത്തുന്ന അടിസ്ഥാന തത്വം ഇതാണ്: ഒരേ ചിന്ത, ഒരേ പ്രഭാവലയം. എപ്പോഴാണോ നമ്മുടെ മനസ്സൊന്നാകുന്നത്, അപ്പോൾ നമ്മുടെ ഊർജ്ജമണ്ഡലവും ഒന്നായിത്തീരുന്നു. അപ്പോൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാം. രണ്ടാത്മാക്കൾ ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി ഒന്നിക്കുന്നു. ഫലമോ 10 ഇരട്ടി ശക്തി. അതെന്ത് നൽകുന്നു? ആർക്കും ഭേദിക്കാൻ കഴിയാത്ത ഒരു സംരക്ഷണ കവചം. ഇതാണ് ഈ ആശയത്തിന്റെ ആകെത്തുക. ഈ വിശകലനം ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്കായി ഒരു ചോദ്യം: നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ചേർന്ന് സൃഷ്ടിക്കുന്ന ഈ സംയുക്ത ഊർജ്ജം, അതിന്ന് എന്താണ് ഉണ്ടാക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.